വെച്ചിരിക്കുന്ന തലയിണകൾ, ഒന്ന് ഇരിക്കാനും ഒന്ന് ചാരിയിരിക്കാനും, ഇങ്ങനെ തലയിണകൾ ഇപ്പോഴും അറബികളുടെ വീടുകളിലെ ഒരു പ്രൗഢിയാണത്. ഒരു തലയിണ നിലത്തിട്ട് ഒരു തലയിണയിൽ ചാരിയിരിക്കുന്ന സമ്പ്രദായം ഇപ്പോഴും അറബി വീടുകളിൽ നമുക്ക് കാണാൻ കഴിയും. ഏതായാലും ഈ കട്ടിലിന്റെയും ഈ തലയിണയുടെയും ഒക്കെ ഉയരം റസൂലുള്ളാഹി തങ്ങൾ ഇങ്ങനെ പറഞ്ഞപ്പോൾ ഇവർ ചോദിച്ചു, ആ തലയിണ അങ്ങോട്ട് മറഞ്ഞു വീണാലോ? കാരണം ഇവർക്ക് ആവശ്യം തീർച്ചയായിട്ടും ഇതിലൊരു ആശയക്കുഴപ്പം സൃഷ്ടിക്കാനാണ്. അപ്പൊ അല്ലാഹു തആല അടുത്ത ആയത്ത് ഇങ്ങനെ ഇറക്കി. ആ ആയത്തുകൾക്ക് വേറെ കുറേ ലക്ഷ്യമുണ്ട്, പക്ഷെ ഇതിനൊറ്റ അടിക്ക് മറുപടി പറഞ്ഞോളണം. അഫലാ യൻദുറൂന ഇലൽ ഇബ്രി കൈഫ ഖുലിഖത്. നല്ല ഇവരെപ്പോഴും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒട്ടകങ്ങളിലേക്ക് ഇവർ നോക്കുന്നില്ലേ? എങ്ങനെയാണ് ഒട്ടകത്തെ സൃഷ്ടിക്കപ്പെട്ടത്? അഫലാ യൻദുറൂന ഇലൽ ഇബ്രി കൈഫ ഖുലിഖത്. ഇവർ ഓടിക്കൊണ്ടിരിക്കുന്ന ഒട്ടകങ്ങളെ ശ്രദ്ധിച്ചാൽ മതി ഇവർക്ക് മനസ്സിലാകാൻ. ഇവർ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന ഒട്ടകങ്ങളെ ശ്രദ്ധിച്ചാൽ ആ ഉയരമുള്ള ഒട്ടകങ്ങളുടെ പുറത്ത് എങ്ങനെയാ അവർ കയറുന്നതെന്നും ചോദിച്ചു നോക്ക്. അപ്പൊ അവര് പറഞ്ഞു, ഒട്ടകങ്ങളുടെ പുറത്ത് കയറാൻ പ്രയാസമില്ല. ഞങ്ങൾ കയറണമെന്ന് കരുതിയാൽ ഞങ്ങൾ ഒട്ടകത്തിന്റെ അടുത്ത് ചെന്ന് താടയിൽ തൊട്ടുകഴിഞ്ഞാൽ ഒട്ടകം മുട്ടുകുത്തി തരും. അപ്പോൾ ഞങ്ങൾ കയറും, ഞങ്ങളുടെ ലോഡുകൾ മുഴുവനും കയറ്റി വെക്കും. എന്നിട്ട് ഒട്ടകത്തോട് എണീക്കാൻ പറഞ്ഞാൽ ഒട്ടകം അതിന്റെ കഴുത്തിന്റെ ബാലൻസിൽ, അതിനാണ് ഒട്ടകത്തിന് അല്ലാഹു നീണ്ട കഴുത്ത് കൊടുത്തത്. എത്ര വലിയ ലോഡും ആ കഴുത്തുമ്മൽ ബാലൻസ് ചെയ്തിട്ടാണ് അത് എഴുന്നേൽക്കുന്നത്. ആ കഴുത്തിന്റെ ബാലൻസിൽ അത് എഴുന്നേറ്റിട്ടുണ്ടാകും. അപ്പോഴാണ് അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അല്ലാഹുവിന്റെ ഓർഡർ പ്രകാരം റസൂലുള്ളാഹി പറയുന്നു, ഇതേ പ്രകാരം യുതഉ തിൽക സുറുർ, ആ കട്ടിലുകൾ താണുവരും, അതിന്റെ അവകാശികൾക്ക് വേണ്ടി താണുവരും. അവരതിൽ കയറി കിടന്നാൽ ഉടനെ തന്നെ അവരെയും കൊണ്ടത് പൊക്കിക്കൊണ്ടുപോകും. ചിന്തിക്കണം, ഇന്നാണിത് പറയുന്നതെങ്കിൽ ഇത് വിശ്വസിക്കാൻ പ്രയാസമില്ല. അന്ന് അവർ ഒട്ടകങ്ങളുടെ സ്വഭാവം പറഞ്ഞൊരു പക്ഷേ മനസ്സിലാക്കണം. ഇന്ന് നമ്മുടെ ഒട്ടുമുക്കാൽ പട്ടണങ്ങളിലെയും ബഹുനില കെട്ടിടങ്ങളിലേക്ക് കയറുന്നത് ലിഫ്റ്റിലാ. ലിഫ്റ്റ് സമ്പ്രദായം സ്വയം താണുവരികയും നമ്മളെ ഉയർത്തിക്കൊണ്ടുപോകുകയും ചെയ്യുന്ന യാന്ത്രിക കോണികൾ. ഇതുള്ള കാലഘട്ടത്തില് ഇങ്ങനെ ഒരു കട്ടിലുണ്ടാകുക എന്ന് പറഞ്ഞാൽ, അതും സുഖലോക സ്വർഗത്തില് എല്ലാ സൗകര്യവുമുള്ള ആ സുഖലോക സ്വർഗത്തിൽ ഇങ്ങനെയൊന്നും ഉണ്ടാകുക എന്ന് പറയുമ്പോൾ അത് ഉൾക്കൊള്ളാൻ പ്രയാസം ഉണ്ടാവില്ല. അവർ ശരിക്കും അവർക്ക് വായടപ്പൻ മറുപടിയായപ്പോൾ അവരവിടെ മിണ്ടാതിരുന്നു. പിന്നെ ബാക്കിയുള്ളതൊക്കെ തുടർന്നുള്ള ചോദ്യങ്ങൾക്ക് മറുപടിയാണ്. പക്ഷേ അത് പറയുമ്പോഴേക്ക് നമ്മുടെ ഈ വിഷയം ഇവിടെ ബാക്കിയാവും. അതുകൊണ്ട് ഞാൻ വിഷയത്തിലേക്ക് തന്നെ വരാം. ഉന്നതമായ ബെഡുകൾ. ആദ്യത്തെ അർത്ഥപ്രകാരം ആ അർത്ഥത്തിനാണ് കൂടുതൽ നാം പ്രാധാന്യം നൽകേണ്ടത്. ബെഡുകളുടെ പ്രാധാന്യം. ഉയർന്ന ബെഡ് എന്ന് പറഞ്ഞാൽ ഉന്നതമായ ബെഡുകൾ, നല്ല നിലവാരമുള്ള ബെഡുകള്. ഇമാം നസഫി റഹ്മത്തുള്ളാഹി അലൈഹി എല്ലാ അർത്ഥസാധ്യതകളും പറയുന്നു. ആദ്യമായി ഇമാം നസഫി പറയുന്നത് നിലവാരമുള്ള ബെഡുകൾ എന്നർത്ഥമാണ്. റഫീഅത്തുൽ ഖദർ, നിലവാരമുള്ള ബെഡുകൾ, മേത്തരം ബെഡുകൾ. ആ മേത്തരം ബെഡുകളിലാണ് അവർ ഉറങ്ങുന്നത്, അവർ കിടക്കുന്നത്. ഇതാണ് ഇതിന്റെ അവസ്ഥ. മേത്തരം ബെഡുകൾ എന്ന് പറയുമ്പോൾ ഇതിനെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ മറ്റു സ്ഥലത്ത് പ്രതിപാദിച്ചിട്ടുണ്ട്. സൂറത്തുർ റഹ്മാനിന്റെ 54-ാമത്തെ ആയത്ത്, അലാ ഫുറുഷിൻ ബതാഇനുഹാ മിൻ ഇസ്തബ്റഖ്, അലാ ഫുറുഷിൻ ബതാഇനുഹാ മിൻ ഇസ്തബ്റഖ്. അല്ലാഹു തആല പറഞ്ഞു, സ്വർഗാവകാശികൾ കിടക്കുന്ന ബെഡുകൾ, അലാ ഫുറുഷിൻ, അവർ കിടക്കുന്ന ബെഡുകൾ ഏതാണെന്നറിയോ? ബതാഇനുഹാ മിൻ ഇസ്തബ്റഖ്, അതിന്റെ ഉൾഭാഗം നല്ല മിനുസമുള്ള പട്ടാണ്. അതിന്റെ അന്തർഭാഗം മിനുസമുള്ള പട്ടാണ്. അന്തർഭാഗത്തിന്റെ മിനുസവും അന്തർഭാഗത്തുള്ള സൗന്ദര്യമൊക്കെയാണ് ഖുർആൻ ഈ വർണ്ണിക്കുന്നത്. എന്തേ അങ്ങനെ പറയാൻ കാരണം? ബെഡുകളുടെ മേന്മ പരിചയപ്പെടുത്തുമ്പോ ഉൾഭാഗം നല്ല പട്ടാണ് എന്ന് പറയാനുള്ള കാരണം എന്താണ്? അവിടെയാണ് വിഷയം ഇരിക്കുന്നത്. നമുക്ക് ചിന്തിക്കാൻ മാത്രം കാര്യങ്ങളുള്ളത് അവിടെയാണ്. എന്തുകൊണ്ട്? ഈ ഉൾഭാഗം പട്ടാണെന്ന് പറയുമ്പോൾ ദുനിയാവിൽ നിന്ന് എത്രയോ വ്യത്യസ്തമാണ്. ദുനിയാവിൽ നമ്മൾ ബെഡ് എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി ബെഡ്, അതൊക്കെ അതിന്റെ ഉപരിപ്ലവ സൗന്ദര്യം മാത്രമാണ്. പുറത്ത് കാണാൻ നല്ല കോലുണ്ടാവും, നല്ല ചന്തം ഉണ്ടാവും.
പക്ഷേ പലപ്പോഴും നമ്മുടെ അടിപൊളി ബെഡുകളൊക്കെ എപ്പോഴെങ്കിലും ഒന്ന് കത്തി വെക്കുകയോ ബ്ലേഡ് വെക്കുകയോ ചെയ്താൽ ഒന്ന് പൊട്ടിക്കാൻ തയ്യാറാണെങ്കിൽ ആ ബെഡിനകത്ത് നിന്ന് പുറത്തേക്ക് ചാടുന്നത് ഒരിക്കലും സുഖകരമായിരിക്കില്ല. നമ്മൾ എവിടെയെങ്കിലുമൊക്കെ ഓവുചാലിൽ ഒഴിവാക്കിയ വേസ്റ്റ് സാധനങ്ങൾ മുഴുവനും അതിൻ്റെ ഉള്ളിലുണ്ടാകും. വല്ല ചകിരിയോ നാരോ ചണ്ടിയോ ഇതൊക്കെ ആയിരിക്കും പലപ്പോഴും ദുനിയാവിലെ ബെഡിൻ്റെ അകത്ത്. എന്നാലോ പുറങ്ങനെ കണ്ടാലോ നല്ല അടിപൊളി ബെഡ്. എന്നാൽ സ്വർഗത്തിലെ ബെഡുകളുടെ ഉൾഭാഗം തന്നെ നല്ല മിനുസമുള്ള പട്ടാണെന്ന് പറയുമ്പോൾ അതിന്റെ പുറം ഭാഗം പിന്നെ വർണ്ണിക്കാൻ പാടില്ലെന്ന് പറയുന്നു ബഹുമാനപ്പെട്ട ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി. പിന്നെ അതിന്റെ പുറം ഭാഗം പറയരുത്, പറയാതെ മനസ്സിലാക്കാൻ കഴിയണം. ഉൾഭാഗം ഇത്രയും സൗന്ദര്യമുള്ളതാണെങ്കിൽ പിന്നെ പുറം ഭാഗത്തിന്റെ സൗന്ദര്യം പറയരുത്. അതാണ് ഒരു സാഹിത്യ ഗ്രന്ഥത്തിന്റെ ശൈലി. അലാ ഫുറുശിം ബതാഇനുഹാ മിൻ ഇസ്തബ്റഖ്. ഇങ്ങനെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതേക്കുറിച്ച് പറയുന്നത്. വഫുറുശിം മർഫൂഅ വഫുറുശിം മർഫൂഅ. ഇനി ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ടത്, ഇതേ ആയത്തിന് തന്നെ ചില ആളുകൾ ഒരഭിപ്രായവും കൂടെ പറഞ്ഞിട്ടുണ്ട്. അത് എന്തിനു എന്ന് ചോദിച്ചാൽ ഒരു കൺഫ്യൂഷൻ തീർക്കാൻ വേണ്ടി പറയുകയാണ്. വഫുറുശിം മർഫൂഅ എന്ന് പറഞ്ഞാൽ ഉന്നതമായ ബെഡുകൾ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശം ബെഡുകളാവണമെന്നില്ല. ഒരു പക്ഷേ നമ്മുടെ സഹോദരിമാരെ കുറിച്ച്, നമ്മുടെ ഇണകളെ കുറിച്ചായിരിക്കാം ആ പറഞ്ഞത് എന്നും അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. ഹുന്ന ലിബാസുല്ലക്കും വ അൻതും ലിബാസുല്ലഹുൻ. ഭാര്യമാരെ കുറിച്ച് ലിബാസ്, ഉടയാട, വിരിപ്പ്, പുതപ്പ് എന്നൊക്കെ പറയുന്ന പ്രയോഗം സാധാരണഗതിയിലുള്ളതാണ്. ഭാര്യമാരെ കുറിച്ച് ഉടയാട, വിരിപ്പ്, പുതപ്പ് എന്നൊക്കെ പറയുന്ന പ്രയോഗം സാധാരണയുള്ളതാണ്. ആ നിലക്ക് ഫുറുശിം മർഫൂഅ എന്ന് പറഞ്ഞ ഈ ഫിറാഷ് കൊണ്ട് ഉദ്ദേശം ഭാര്യമാരായിരിക്കാം. അത് പറയാൻ അവരെ പ്രചോദിപ്പിച്ചത് എന്താണെന്നറിയോ? ചുരുക്കം ചിലരെ അത് പറയാൻ പ്രചോദിപ്പിച്ചത്, കട്ടില് എന്ന് പറഞ്ഞാൽ, ബെഡ് എന്ന് പറഞ്ഞാൽ ഒരു പോരായ്മയില്ല. അതാണ് ശരിക്ക് പ്രത്യക്ഷത്തിൽ അതിന്റെ അർത്ഥവും. എല്ലാ മഹാന്മാരും ആ അർത്ഥത്തിനാണ് പ്രാമുഖ്യം നൽകിയതും. പക്ഷെ എന്തുകൊണ്ടത് പറഞ്ഞു എന്ന് ചോദിച്ചാൽ തൊട്ടടുത്തുള്ള ആയത്തിന്റെ ചെറിയൊരു കൺഫ്യൂഷൻ തീർക്കാനാണ്. ഇന്നാ അൻശഅനാഹുന്ന ഇൻശാഅ. തീർച്ചയായിട്ടും അവരെ ഉണ്ടാക്കിയത് നമ്മളാണെന്ന് പറഞ്ഞ ആ അവരാരാണ്? ഈ ഫുറുശിം മർഫൂഅ എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് പെണ്ണുങ്ങളാണെങ്കിൽ ഇന്നാ അൻശഅനാഹുന്ന ഇൻശാഅ എന്നത് പെട്ടെന്ന് ബോധ്യപ്പെട്ടു. അവർ എന്ന് പറഞ്ഞാൽ ആ പെണ്ണുങ്ങൾ. നേരെ മറിച്ച് ഭൂരിപക്ഷം ആളുകളും പറഞ്ഞിരിക്കുന്നത് ഇതുകൊണ്ട് ഉദ്ദേശം ബെഡ് തന്നെ ആദ്യം പറഞ്ഞത്. പിന്നെ ഇന്നാ അൻശഅനാഹുന്ന ഇൻശാഅ എന്നതിൽ ചെറിയ ഒരു കൺഫ്യൂഷൻ വരൂലേ? ഇത് പണ്ഡിതന്മാർക്ക് വേണ്ടി മാത്രം പറയാൻ, സാധാരണക്കാർക്ക് അതിന്റെ അർത്ഥം പറഞ്ഞാൽ മതി. ഇന്നാ അൻശഅനാഹുന്ന എന്ന ആ സർവനാമം, ആ ലമീർ, അതെങ്ങോട്ടാ പോകുന്നത്? അത് സ്വർഗീയ സ്ത്രീകളിലേക്കാണ്. ആ സ്ത്രീകളെ ഉണ്ടാക്കിയത് നമ്മളാണ്. ആ സ്ത്രീകളെ കുറിച്ച് മുമ്പ് പരാമർശിച്ചില്ല. പരാമർശിച്ച ഹൂറുലിങ്ങളെ കുറിച്ചാണ്. സാബിക്കീങ്ങളെ കുറിച്ച് പറഞ്ഞപ്പോൾ ഹൂറുലിങ്ങളെ കുറിച്ച് പറഞ്ഞിരുന്നു. അങ്ങോട്ടൊരിക്കലും ഇത് പോയിക്കൂടാ. ഇത് ദുനിയാവിലെ പെണ്ണുങ്ങളെ കുറിച്ചാ പറഞ്ഞത് എന്ന് റസൂലുള്ള വ്യക്തമായി പറഞ്ഞതാണ്. അപ്പോൾ പിന്നെ എന്തു ചെയ്യണം? മഹാന്മാരൊക്കെ മറുപടി പറഞ്ഞു. എല്ലാവരും അതിന് മറുപടി പറഞ്ഞു. വഫുറുശിം മർഫൂഅ എന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഇനി അവിടെ ഒരിക്കലും പെണ്ണിനെ പറയേണ്ടതില്ല. അങ്ങനെയാണ്. വിരിപ്പ്, മണിയറ, വിരിപ്പ്, കട്ടില് എന്നൊക്കെ പറഞ്ഞിട്ട് ഇനി